പറഞ്ഞിട്ടുള്ളത്. ഇന്ന് രാവിലെ ആരെങ്കിലും വന്നിരുന്നോ ഇവിടെ? സ്ഥാനാർത്ഥി വന്നിട്ടുണ്ടായിരുന്നു. എത്ര പൈസ എന്നത്? മരുന്ന് വാങ്ങാൻ പൈസ കൊടുത്തു. എത്ര രൂപ മരുന്ന് വാങ്ങാൻ പൈസ തന്നു? ഒരു മാസം മരുന്ന് വാങ്ങാൻ 5000 എനിക്ക് വേണം. ആര് വോട്ട് ചെയ്യാൻ വന്നാൽ പൈസ തരണം പറഞ്ഞു. മരുന്ന് വാങ്ങാൻ പൈസ വേണം പറഞ്ഞു. ഞാൻ പറഞ്ഞു. അപ്പൊ തന്നു അവരല്ലേ? അപ്പൊ ഞാൻ എല്ലാവരും പറഞ്ഞു. അപ്പൊ ഇവരാണ് ആകെ പൈസ തന്നുള്ളൂ, വേറെ ആരും തന്നില്ല അമ്മയ്ക്ക് അല്ലേ? അല്ല, എനിക്ക് മരുന്ന് വാങ്ങാൻ പണിക്കും പോകില്ല. മരുന്ന് വാങ്ങാൻ പൈസയില്ല. ഒരു മാസം 5000 വേണം മരുന്നിന്. അമ്മ ചോദിച്ചു അവരോട് പൈസ. പൈസ വേണം പറഞ്ഞു. എപ്പോഴാ? ഇന്ന് തന്നെയാണോ ചോദിച്ചത്? അപ്പൊ തന്നെ 5000 രൂപ തന്നു. അപ്പുറത്തെ വീട്ടിലെ ആളുകൾക്ക് കൊടുത്തിട്ട് പൈസ തന്നോ? തന്നല്ലേ ചോദിച്ചു. തരാൻ അത് പെൻഷന്റെ പൈസ അമ്മയല്ലേ പറഞ്ഞ നേരത്തെ പെൻഷൻ തന്നാ പണമുണ്ട് എന്റെ കയ്യിൽ. അല്ലാതെ അവരൊന്നും തന്നില്ലേ? 4000 ഉണ്ട്. അതല്ല, ആ ശോഭ ഇല്ല, തരാ പറഞ്ഞു. കൈ വന്നാ തരാ പറഞ്ഞു. അല്ല, ഒരു വെള്ള ചുരിദാറിട്ട ഒരു സ്ത്രീ പൈസ കയ്യിൽ വെച്ച് കയ്യിലെന്തോ തന്നില്ല. അതെന്താ വീഡിയോ വന്നിട്ടുണ്ടല്ലോ? ഒന്നും തന്നിട്ടില്ല. അത് അവര് കൈ കൊടുത്താണ്. കൈ കൊടുത്ത് ഇങ്ങനെ തൊഴുതും ഒക്കെ ചെയ്യും. തൊഴുതും ഒക്കെ ചെയ്യും. ശരി, ഓക്കെ. അത് നിക്കാൻ വയ്യ. ശരി, ബാഗിൽ നിന്ന് തരുന്നത് ഈ ബാഗിൽ നിന്ന് എടുത്ത് തരുന്നത് എന്താ? ഈ ബാഗിൽ നിന്ന് എടുത്ത് തന്നത് ശരി, ഉള്ളിപ്പിക്കും. കുട്ടി വേഗം ശരി, ഉള്ളിപ്പിക്കമാ. അപ്പൊ പൈസ കിട്ടിയില്ല? ശരി, അവരോട് അമ്മ പൈസ ചോദിച്ചു അല്ലേ? പറഞ്ഞു തരാ പറഞ്ഞു. പിന്നെ വരാന്നാണോ പറഞ്ഞേ? ശരി, ഓക്കെ. അമ്മ സുഖമില്ലാത്തൊരു അമ്മയാണ്. ഒരുപാട് മരുന്നുകൾ വാങ്ങാൻ ഒരുപാട് ചെലവുകളുണ്ട് ഇവിടെ. ഈ വീടും പരിസരവും ഒന്ന് നോക്കും. അതെ, ഞാൻ അടുത്ത തൊട്ട വീടാണ്. ഈ വീടും ഒന്ന് പരിസരവും കൂടി ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങൾ റിപ്പോർട്ട് കൊടുക്കുക എന്താണെന്ന് പറഞ്ഞിട്ട്. ഇവിടെ അമ്മന്റെ അവസ്ഥ കണ്ടില്ലേ? നിങ്ങൾക്കും ഇല്ലേ ഇതുമാതിരിയുള്ള? ആര് കൊടുക്കും? വീടിൽ കൊടുത്ത വീടില്ല, കൊടുത്തിട്ടില്ല, തീർച്ചയായിട്ടും ഇല്ല. ദൃശ്യങ്ങളിൽ പൈസ തരുന്നത് വ്യക്തമാണ്. അമ്മന്റെ പൈസ ആയിരിക്കും. അയ്യോ, അമ്മന്റെ കയ്യിലുള്ള പൈസ ആയിരിക്കും. അതായത് നിങ്ങൾ അത് പൈസ ആയിരിക്കില്ല, പൈസ കൊടുത്തിട്ടില്ല. അതായത് അമ്മന്റെ പൈസ, പെൻഷൻ കിട്ടിയ പൈസയാണ് പറഞ്ഞില്ലേ? അതിന് മുമ്പ് കൊടുത്തായിരിക്കും. അപ്പൊ ഒരാൾ അല്ല, അത് ഞാൻ ചോദിക്കട്ടെ. അതായത് അല്ല, ഒരു നടക്കുന്നില്ല. അതല്ല ഞാൻ പറഞ്ഞത്. ഒരാൾ ഒരു പോക്കറ്റിൽ പൈസ പോക്കറ്റിലിട്ട് നടക്കാൻ പറ്റില്ലേ? പൈസ ഒരു പോക്കറ്റിലിട്ട് പൈസ ഇട്ട് നടക്കാൻ പറ്റില്ലേ? ഒന്ന് മനസ്സിലാക്കണം. ആ ദൃശ്യങ്ങൾ എന്താണെന്ന് തീർച്ചയായിട്ടും നന്നായി പരിശോധിക്കും. അതെ, ഈ വീട്ടിൽ കൊടുത്തിട്ടില്ല, ഇവിടെ കൊടുത്തിട്ടില്ല, ഇവിടെ കൊടുത്തിട്ടില്ല. അതെ, വാങ്ങുന്നു 5000 രൂപയാണെന്നാണ് പറയുന്നത്. അത് ഞാൻ കണ്ടില്ല. അത് കാണിച്ച് സംസാരിക്കാം. അമ്മ വയ്യാത്തൊരു അമ്മയാണ്. അതിനെ കുറിച്ച് നിങ്ങൾ എങ്ങനെ? അതെ, തന്നിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പിന്നെ എന്താണിത്? കൈ കൊടുക്കുന്നതാണ് അമ്മന്റെ കയ്യിലുള്ള പൈസയാണ്. ഞാൻ ഒരു മിനിറ്റ് പറയാം. ഈ പൈസ വന്നിട്ട് അമ്മന്റെ മടിയിലുണ്ടായിരുന്നത് ഇവിടെയുള്ള വിനീഷ് ഏട്ടൻ ഇവർ പോയി എടുത്തിട്ട് ഇതാ പൈസ എന്ന് പറഞ്ഞിട്ട് ഇവർ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ഉള്ളത്. അതിന് നമ്മളെ മടി വന്നിട്ട് പോക്കറ്റ് ഒന്നും ഇല്ലല്ലോ. അമ്മന്റെ മടിയിൽ ഇവിടെ പൈസ ഉണ്ടായിരുന്നു. ഇവരെടുത്തത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആ പൈസയാണ് ഇവരെടുത്തിട്ട് വീഡിയോ എടുത്തിട്ട് ഇതാക്കി വിട്ടത്. ശരി, ആ ചേച്ചി വന്ന ഞാൻ പറയാം. മരുന്ന് വാങ്ങാനുള്ള പൈസ ആര് പറഞ്ഞു? ഇല്ല, നിങ്ങളുടെ വീഡിയോയിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ
മതി. നിങ്ങളാണ് തന്നോ വീണ്ടും ചോദിച്ച അമ്മ മാറ്റി പറഞ്ഞു. ശരി 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 ശരി. ഒരു സംശയം ചോദിക്കട്ടെ. നേരത്തെ അമ്മ പറഞ്ഞു ഞാൻ 5000 രൂപ ചോദിച്ചു, എനിക്ക് എല്ലാ മാസവും 5000 രൂപ പണം വേണം. ചോദിച്ചിട്ടുണ്ടാവും എന്നാണല്ലോ അമ്മ ആദ്യം പറഞ്ഞത്, പിന്നീടാണല്ലോ മാറ്റി പറഞ്ഞത്. അതായത് മരുന്ന് തന്നു എന്നല്ല സാറേ നിങ്ങൾ പറയണത്. നിങ്ങൾ ശരി ശരി നിങ്ങൾ തന്നിട്ടുണ്ടെങ്കിലല്ലേ തന്നെന്ന് പറയാൻ പറ്റുള്ളൂ. അതിന്റെ കൈവശമുള്ള പൈസ എടുത്തിട്ട് നിങ്ങൾ വന്നിട്ട് വീഡിയോ എടുത്ത് എല്ലാം ഇതാക്കി. ഞങ്ങൾ എന്തിനു മാറ്റേണ്ട ആവശ്യം? ഞങ്ങൾക്ക് ആരെയും മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾക്ക് എന്തിനു ഭീഷണി? എനിക്ക് ഇഷ്ടമുള്ളവർക്ക് അല്ല ഞാൻ ഒന്ന് ചോദിക്കട്ടെ, നമ്മൾക്ക് വന്നിട്ട് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാം. അത് ആരുടെയും ഒരു MLA വന്ന് പറഞ്ഞാലും ശരി, ഒരു മന്ത്രി വന്ന് പറഞ്ഞാലും ശരി, അതിന്റെ ആവശ്യമൊന്നുമില്ല. നല്ലത് ആര് ചെയ്യണോ അവർക്ക് പോയി ചെയ്യാം. വിവരമുള്ളവർക്ക് ആര് നല്ലത് ചെയ്യും, അത് ബുദ്ധിയുള്ളവർക്ക് അവർ ചെയ്യും വോട്ട്. എല്ലാവരും വന്നിട്ട് ഞാൻ രാഷ്ട്രീയക്കാരനാണ്, ഞാൻ ആ രാഷ്ട്രീയം 25 വർഷമായി ചെയ്തിട്ടുണ്ട്, അതൊന്നുമില്ല. ഇവിടെ 3 സ്ഥാനാർത്ഥികളും വന്നിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങളായിട്ട് ഇപ്പൊ ഉണ്ടാക്കിയത് തന്നെയല്ലേ? ഇത് ഇത്രയും വലിയ ഇഷ്യൂ ഉണ്ടാക്കിയതല്ലേ? തന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നിട്ട് മരുന്ന് വാങ്ങാൻ പൈസ. ശരി, എനിക്ക് വേറെ ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് ഇപ്പൊ ശരി ശരി ഓക്കെ. എന്തായാലും ആദ്യഘട്ടത്തിൽ പൈസ തന്നു എന്ന് തന്നെയായിരുന്നു അമ്മയുടെ പ്രതികരണത്തിൽ വന്നത്. പിന്നീടാണ് മകൻ ഇത്തരത്തിൽ മാറ്റി പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് കടന്നിട്ടുള്ളത്. എന്തായാലും നിഷേധിച്ചുകൊണ്ടാണ് മകൻ രംഗത്തെത്തുന്നത്. എന്നാൽ ആദ്യം മരുന്ന് വാങ്ങാൻ വേണ്ടി ഇത്തരത്തിൽ പണം ചോദിച്ചതായി പ്രായമായ അമ്മ തന്നെ വ്യക്തമാക്കിയതാണ്. നിലവിൽ 5000 രൂപയാണ് നൽകിയത് എന്നാണ് നിലവിൽ കോൺഗ്രസിൻ്റെ പ്രാദേശികമായ നേതാക്കളെല്ലാം വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇലക്ഷൻ കമ്മീഷൻ അടക്കം ഈ വിഷയത്തിൽ ഇടപെടുന്നു. നിലവിൽ ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥർ ഈ വീട്ടിലെത്തിയിട്ടുണ്ട്, ദേവുവിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. പരിശോധനകൾ നടത്തുകയാണ്, വിവരങ്ങൾ തേടുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിന് തന്നെയാണ് LDFും അതേപോലെ തന്നെ UDFും തയ്യാറെടുക്കുന്നത്. കേന്ദ്രസേനയടക്കം ഈ പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. കേന്ദ്രസേനയും അതേപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥരും എല്ലാമാണ് ഈ പ്രദേശത്ത് എത്തിയിട്ടുള്ളത്. ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ്. കേന്ദ്രസേന ഉദ്യോഗസ്ഥർ ഈ ഇലക്ഷൻ ഫ്ലൈയിങ് സ്ക്വാഡിൻ്റെ കൂടെ ഈ പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം എത്തിയിട്ടുണ്ട്. ശക്തമായ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ്.